എന്താ സ്റ്റാലിനാണോ? എനിക്കറിയാൻ വയ്യ ചോദിക്കുക. റഷ്യയിൽ നമ്മൾ കണ്ട സ്റ്റാലിനാണോ? ആ സ്റ്റാലിന്റെ പ്രതിരൂപമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഴിമാറ്റാനാണ്, ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ഈ അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് ചെയ്യട്ടെ, ജയിലിലിട്ടോട്ടെ. സുബ്രഹ്മണ്യനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിടേണ്ടി വരും. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ മണ്ണിൽ തന്നെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസുകാരൊക്കെ പേടിച്ചു പോകും, കോൺഗ്രസുകാരൊക്കെ ഭയപ്പെട്ടു പോകും. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇന്ന് നമ്മൾക്കൊക്കെ എതിരെ എത്രയോ തെറ്റായ പോസ്റ്റുകൾ വരുന്നുണ്ട്, ചിത്രങ്ങൾ മോർഫ് ചെയ്യാറുണ്ട്, നമ്മളാരും പരാതി കൊടുക്കാറുണ്ട്. ഇതൊക്കെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ വളരെ ബോധപൂർവമായ ഒരു അജണ്ടയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇനി ആരും സംസാരിക്കരുത്, പോസ്റ്റ് ഇടരുത്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന ഒരു ഫംഗ്ഷനിൽ നിൽക്കുന്ന ഫോട്ടോ അവർ തന്നെ പുറത്തുവിട്ടില്ലേ? ഇദ്ദേഹം ആരാണ് ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി പോകേണ്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട വ്യക്തി ആണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ പരിപാടിക്ക് പോയത്? ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആംബുലൻസിന്റെ താക്കോൽ കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത്? സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. ഇത് ഓർമ്മയില്ലേ? കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരെയുള്ള ഈ കേസും പോലീസ് നടപടിയും. അത്തരം പോലീസ് നടപടികൾ എടുത്തതുകൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ വാമൂടിക്കെട്ടാൻ സാധ്യമല്ല. ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും. ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് ഇത് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുമ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ചിത്രം അദ്ദേഹം അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രാജീവ് ചന്ദ്രശേഖരുടെ പേര് കേസെടുക്കാത്ത എന്താ? അത് BJP CPM തമ്മിലുള്ള കൂട്ടുകെട്ടും അന്തർധാരയും വ്യക്തമായതുകൊണ്ടാണ് അതൊക്കെ ആ കേസ് അവിടെ കേസെടുക്കാഞ്ഞത്. എടുത്തോട്ടെ, കേസ് ജയിലിലിട്ടോട്ടെ, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. രാഷ്ട്രീയമായി തന്നെ നേരിടും, നിയമപരമായി നേരിടും. ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിന്റെയോ UDF പ്രവർത്തകരെയോ നിശബ്ദരാക്കി കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ട. അതൊക്കെ പഴയ കാലം, അതൊക്കെ അന്ധകാലം. ഇപ്പൊ നടക്കില്ലതൊന്നും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നിയമപരമായ നടപടികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ അപമാനിക്കുകയും ഞങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഞങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്ന ആരാണ്? AI ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന ആരാണ്? CPMന്റെ സൈബർ സഖാക്കളല്ലേ? CPMന്റെ സൈബർ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എന്താ മുഖ്യമന്ത്രി പറയാത്തത്, നടപടിയെടുക്കാത്തത്? പരാതി കൊടുത്താൽ നടപടി. കോൺഗ്രസ് നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഒരു പോലീസ് ആക്ഷനും ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ, പോസ്റ്റിട്ടാൽ, ചിത്രമിട്ടാൽ മാത്രമാണോ ഇവിടെ നിയമം? അല്ലാതെ നിയമലംഘനം? സുബ്രഹ്മണ്യന്റെ കലാപ അല്ലേ ആഹ്വാനം നടത്തി 153A ഒക്കെ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ചിത്രം ഷെയർ ചെയ്തതിന്റെ പേരിൽ 153A ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കടന്ന കൈയാണ്. കലാപാഹ്വാനം കൊടുത്തുകൊണ്ടാണ്. അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ഇതിനെ നേരിടും.
അങ്ങനെയല്ല, ഞങ്ങളുടെയൊക്കെ നടപടി എടുക്കാമല്ലോ. രാജീവ് ചന്ദ്രശേഖർ അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. BJPയും CPM-ഉം തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് കൊണ്ടാണോ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ പ്രശ്നങ്ങളും അമിത്ഷാ പറഞ്ഞ ശേഷം അവർ തമ്മിൽ ധാരണയായി? ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സമരങ്ങളും അവസാനിച്ചല്ലോ, മുഖ്യമന്ത്രി കീഴടങ്ങി. ഇതല്ലേ നമ്മൾ കണ്ടത്?